ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷിബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രുചികരമായിട്ടുള്ള മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, കപ്പ, ചക്ക വേവിച്ചത്, ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് മീൻ കറി. ഇതിനായിട്ട് ഞാൻ 1/2 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്, മോത മീനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 8-10 ചുവന്നുള്ളി, 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചതച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്, നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇനി വേണ്ടത് കുടംപുളിയും അതുപോലെ കറിവേപ്പില, ഇത്രയും നമ്മൾ തയ്യാറാക്കി വെക്കണം. ഇനി നമുക്ക് ചട്ടി ചൂടാക്കാം. അതിലേക്ക് ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായപ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയാണ്, മുഴുവൻ ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ചതച്ച് വെച്ച ഇഞ്ചിയുടെ ആ കഷ്ണങ്ങൾ, വളരെ പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇഞ്ചി, അത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ. ഇത് ചതച്ചതായതുകൊണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടും. നമ്മൾ അരിഞ്ഞിടുന്നതിനേക്കാളും വേഗത്തിൽ ചതച്ചിട്ട് കൊടുത്താൽ വഴന്ന് കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ആ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലേക്കാക്കി വെക്കണം കേട്ടോ. ഇത് കരിഞ്ഞു പോയാൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ആ ചുവന്നുള്ളി, ഒരു 8-10 ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, അത് ചതച്ചതാണ്, അത് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കണം. കരിഞ്ഞു പോകാതെ നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ചതച്ചതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും. അരിഞ്ഞിടുന്നതിനേക്കാളും ഇങ്ങനെ ചതച്ചിട്ട് കഴിഞ്ഞാൽ വഴന്ന് കിട്ടുക മാത്രമല്ല, അതിൻ്റെ ആ എസൻസ് എല്ലാം പെട്ടെന്ന് ആ ചാറിലേക്ക് ഇറങ്ങി കിട്ടും. ഇനി പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, നെടുകെ കീറിയിട്ടാണ് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഇളം ബ്രൗൺ കളറാകുന്ന വരെ നമ്മൾ ഇതൊന്ന് വഴറ്റിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഈ കറി വളരെ ടേസ്റ്റിയാണ്. ഇത് കുറുകിയ ചാറോട് കൂടിയിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ചോറിൻ്റെ കൂടെയും കപ്പ വേവിച്ചതിൻ്റെ കൂടെയും ചക്ക വേവിച്ചതിൻ്റെ കൂടെയും എല്ലാം നിങ്ങൾ ഈ കറി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഏത് മീൻ വെച്ചാലും നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലത്തെ ഇഞ്ചിയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികൾ ചേർക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്കാക്കി വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി മുളക് പൊടി, ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ആ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴന്ന് വരുമ്പോൾ ചെറിയൊരു മണം വരും. കരിഞ്ഞു പോകരുത്, കരിഞ്ഞ മണമല്ല, നല്ല ആ പൊടികളുടെയൊക്കെ നല്ലൊരു വെളിച്ചെണ്ണയിലുള്ള മണം വരണം. ആ സമയത്ത് ഞാൻ കുറച്ച് ഉലുവാപ്പൊടി 1/4 ടീസ്പൂണിനേക്കാളും കുറവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതുകൂടെ വഴന്ന് കഴിയുമ്പോൾ ഞാൻ നല്ലൊരു ഫ്രഷ് കറിവേപ്പില ഒരു പിടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീട്ടിലുള്ള കറിവേപ്പില ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പുളിയോട് കൂടിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ മീൻ കഷ്ണങ്ങൾ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും എല്ലാം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഈ ഗ്രേവി ഒന്ന് ആദ്യം നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇനി പുളി നിങ്ങൾക്ക് ഇട്ട് കൊടുത്തത് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ആ ഇട്ട് കൊടുത്ത ആ പുളി, കുടംപുളി, നമുക്ക് കറിയിൽ നിന്നും മാറ്റി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പം വല്ലാതെ പുളി അതിൽ നിന്നും ഇറങ്ങത്തില്ല. അപ്പോൾ അതുപോലെ ആ ഒരു ടിപ്പും കൂടെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചാൽ അത് പുളിയോട് കൂടിയിട്ട് നമ്മൾ കറിയിലേക്ക് ഇടുമെങ്കിൽ കൂടെയും അത് തിളച്ച് കഴിയുമ്പോൾ ആ പുളി അതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ കറിയിൽ അധികം പുളി ഇറങ്ങത്തില്ല. ഇപ്പോൾ ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, കഷ്ണങ്ങൾ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആ പാകത്തിനാണോ എന്ന് നമ്മൾ ഈ സമയത്ത് വേണം നോക്കാൻ. ഉപ്പ്, പുളി എല്ലാം പാകത്തിനാണോ എന്ന് നോക്കിയ ശേഷം മാത്രം നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഗ്രേവി നല്ലപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മോതമീനാണ്. ഇത് പെട്ടെന്നൊന്നും അങ്ങനെയൊന്നും ഉടഞ്ഞൊന്നും പോകത്തില്ല. അതുകൊണ്ട് കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഞാൻ സ്പൂൺ വെച്ച് പതുക്കെ കഷ്ണങ്ങളെല്ലാം ആ ഗ്രേവിയിലേക്കൊന്ന് താഴ്ത്തി ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിയുന്ന മീനാണെങ്കിൽ ഇതുപോലെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ പുതുതായിട്ട് കറിയൊക്കെ വെക്കാൻ ആരംഭിക്കുന്നവർക്കാണ് ഞാൻ ഈ ടിപ്പുകളൊക്കെ പറയുന്നത്. അല്ലാത്തവർക്കൊക്കെ ഇത് വളരെ ഈസി ആയിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.
അപ്പോൾ ആ ഗ്രേവിയിലേക്ക് പതുക്കെ ഒന്ന് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ കറിയുടെ കാര്യം ഏകദേശം ഒരു ശരിയായിട്ടുണ്ട്. ഇനി മൂടി വെച്ച് നമുക്ക് ഏകദേശം ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ഇത് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് ആ കഷ്ണങ്ങളിലേക്ക് എരിവും പുളിയും ഉപ്പും എല്ലാം നന്നായിട്ട് പിടിച്ച് വരുന്നത്. ഇനിയിപ്പോൾ കറിയുടെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട്. എണ്ണയെല്ലാം ഇതുപോലെ നല്ല പോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് മൂടി വെച്ചാൽ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ മീൻകറി ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഏത് മീൻ വെച്ചും നിങ്ങൾക്ക് ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് കറിയൊക്കെ തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ